ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ നഴ്സിംഗ് എടുക്കാനായിട്ട് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ എങ്ങനെ BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വേണം, അല്ലെങ്കിൽ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വാട്സപ്പ് ചാനൽ ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ 3 വേസ് ആണുള്ളത്. ഒന്ന് LBS വഴി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം, 2 ഡയറക്റ്റ് അഡ്മിഷൻ, 3 എന്ന് പറയുന്നത് എൻട്രൻസ് എക്സാംസ് എഴുതിയിട്ട് അങ്ങനെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം BSc നഴ്സിംഗ് എടുക്കാനായിട്ട് കേരളത്തിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് വെയിറ്റിംഗ് ആണ്. എന്നാൽ ഇത്രയും സ്റ്റുഡൻസിനുള്ള സീറ്റ്സ് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ നഴ്സിംഗ് സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. സോ അത്രയും അധികം ടോപ്പ് സ്കോറുള്ള സ്റ്റുഡൻസിന് പോലും അഡ്മിഷൻ കിട്ടാത്തൊരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് രീതിയിൽ നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ എടുക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു LBS ത്രൂ ആണ് അഡ്മിഷൻ എടുക്കുന്നതെന്ന്. അപ്പോൾ ഗവൺമെന്റ് പ്രൈവറ്റ് കോളേജസ്, കേരളത്തിലുള്ള ഗവൺമെന്റ് പ്രൈവറ്റ് കോളേജസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ LBS വഴി, അതായത് LBS സെന്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അവരുടെ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് മെറിറ്റ് ബേസിൽ നിങ്ങളുടെ +1 +2 സ്കോർസിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റിന്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെന്റ് പ്രൈവറ്റ് കോളേജസിൽ അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു LBS ത്രൂ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഈ 4 സബ്ജക്ട്സും നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ഇനി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്ട്സിൽ നിങ്ങൾക്ക് 50% മാർക്കും വേണം. ആൻഡ് ഇനി നിങ്ങൾ SC ST കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ 40% മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ LBS ത്രൂ BSc നഴ്സിംഗ് അഡ്മിഷന് നിങ്ങൾ എലിജിബിൾ ആണ്. അപ്പോൾ LBSന് നിങ്ങൾ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ LBS ഇന്ത്യൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മെറിറ്റ് സീറ്റിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടും. നല്ല ഫെസിലിറ്റീസ് ഉള്ള കോളേജസിലായിരിക്കും നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും ഉണ്ടാവുക. അത്രയും അധികം സ്കോറുള്ള സ്റ്റുഡൻസിന് പോലും LBS ത്രൂ അഡ്മിഷൻ ലഭിക്കാറില്ല. കാരണം സീറ്റിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് അത്രയും ഷോർട്ടാണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾക്ക് LBSന്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ ഡയറക്റ്റ് അഡ്മിഷൻ ആണെങ്കിലും നഴ്സിംഗിന്റെ കോളേജസ് വളരെ കുറവാണ്. പോരാത്തതിന് ഡയറക്റ്റ് അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഡൊണേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ അധികം ഫീസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങും. അപ്പോൾ നിങ്ങൾക്ക് LBS ത്രൂ ലഭിക്കുന്ന സീറ്റ്സിനെക്കാട്ടിലും ഇരട്ടി എമൗണ്ട് ആയിരിക്കും ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ കേരളത്തിൽ ചിലവാകാൻ പോകുന്നത്. ഡയറക്റ്റ് അഡ്മിഷൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോളേജിൽ മാനേജ്മെന്റ് കോട്ടയിൽ സീറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്ട്സ് +2 എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് അടുത്തൊരു ക്രൈറ്റീരിയ 50% മാർക്ക് ഈ ഒരു സബ്ജക്ട്സിൽ നിങ്ങൾക്ക് വേണം. അതും ഓരോ കോളേജസ് അനുസരിച്ചിട്ട് മാർക്കിൻ്റെ ക്രൈറ്റീരിയ എത്ര പെർസെൻറ്റേജ് വേണം എന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് കോളേജിൽ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാനാണ് നോക്കുന്നതെങ്കിൽ ആ കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് അഡ്മിഷൻ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയിംസ് പോലത്തെ എൻട്രൻസ് എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു 3 കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് LBS ത്രൂ, പിന്നെ ഡയറക്റ്റ് അഡ്മിഷൻ. ഇനി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ എൻട്രൻസ് എക്സാംസ് എഴുതിയിട്ട് അതിൽ പാസ് മാർക്കോട് കൂടി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സീറ്റ്സിൻ്റെ അവൈലബിലിറ്റി എല്ലാം വളരെ കുറവാണ്. നിങ്ങൾ അത്രയും ടോപ്പ് സ്കോറർ ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അത്രയും പ്രിപ്പയർ ആയിട്ട് പോവുക. ഇനി അതെല്ലാം നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്നാണെങ്കിലും നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പം തന്നെ നോക്കണം. കാരണം അധികം സ്റ്റേറ്റിലും അവരുടേതായിട്ടുള്ള കോമൺ എൻട്രൻസ് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ, നഴ്സിംഗിന് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കണം, നല്ല കോളേജസ് ഏതാണ്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ കരിയർ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അഡ്മിഷൻ അസിസ്റ്റൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും.